ഇന്ന് കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. പോസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാ വെച്ചാൽ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നല്ല കേട്ടോ, ഒന്ന് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം ഒന്നും കൂടി ഉണ്ട് രണ്ടാമത്തേത്. അപ്പോൾ രണ്ടാമത്തേത് അവിടെ ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തതിൻ്റെ മുകളിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ എന്ന് ഉറപ്പിച്ചതാണ് ഞാൻ. എനിക്ക് ഒരു വിഷമകരമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയോ? പലരും വീഡിയോസായിട്ടും കമൻറ്റുകളായിട്ടും ചെയ്യുന്നുണ്ട്, അവൾ തിന്നുന്നത് ഹൈന്ദവരുടെ പൈസക്കാണ്, അവരെ തീറ്റിക്കരുത്, അവരെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുത് എന്നിങ്ങനെയൊക്കെയാണ് കമൻറ്റുകളും ചില സ്ത്രീകളും വന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഹൈന്ദവരോട് മാത്രമേ എല്ലാ കാര്യങ്ങളും മേടിക്കാറുള്ളൂ, വേറൊരു മതസ്ഥനോട് നിങ്ങളാരും ഒരു കാര്യവും മേടിക്കാറില്ലേ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്. ഒരാൾ പട്ടിണി കിടക്കരുത് എന്ന് മുമ്പ് നമ്മുടെ സമൂഹം ചിന്തിച്ചിട്ടുണ്ടായിരുന്നേ, ഇപ്പം സമൂഹം ചിന്തിക്കുന്നത് അവരെങ്ങനെയെങ്കിലും പട്ടിണി കിടന്നിട്ടെങ്കിലും ഒന്ന് തീർന്നു കിട്ടണേ എന്നുള്ളതാണ്. അത് മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. ആ ഒരു വാക്കുകൾ, തമ്പ്ലൈന് ഒരുപാട് എനിക്ക് വിഷമമായിട്ടുള്ളത് പറയുന്നതിന് എന്താ. അപ്പോൾ ഇപ്പോൾ രേണുസുധിൻ്റെ ഒരു കാര്യം ഓടിക്കൊണ്ടിരിക്കുക. എന്തോ അവൾ ആ ഒരു മതത്തിൽ തന്നെ ആയി, ആ മതത്തിലല്ലേ, ക്രിസ്ത്യൻ മതത്തിലല്ലേ, എന്തോ ആ കുട്ടീൻ്റെ നേർക്ക് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. ഞാൻ കേൾക്കൽ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. ഇവൾ ഹൈന്ദവരുടെ പൈസയാ തിന്നൽ എന്നും പറഞ്ഞിട്ട് ഇവരുടെ ആ ഒരു വാക്ക് കേൾക്കുമ്പം തോന്നും ഹൈന്ദവരെന്തോ വെറുതെ എനിക്ക് പൈസ ഇങ്ങനെ ഭിക്ഷ പോലെ എറിഞ്ഞു തരികയാണെന്ന് തോന്നും. അങ്ങനത്തെ കമൻറ്റുകൾ, അങ്ങനത്തെ ഡയലോഗുകളൊക്കെയാണ് വരുന്നത്. എനിക്കങ്ങനെ ആരും ഭിക്ഷയായിട്ട് തരുന്നൊന്നുമല്ല, ഞാൻ ചെയ്യുന്ന വർക്കിനാണ് ഞാൻ വരുമാനം മേടിക്കുന്നത്. പിന്നെ എന്നോട് ഫോട്ടോ മേടിക്കരുത് എന്ന് പറയുന്നത്. റോഡ് സൈഡിൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊക്കെ ഫോട്ടോ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ അങ്ങനെ പറയുന്നവരുണ്ട്, പറഞ്ഞോട്ടെ, വാങ്ങാണ്ട് നിൽക്കുന്നവരുണ്ട്, നിന്നോട്ടെ. അപ്പോൾ അതിലിപ്പോൾ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, വാങ്ങാതിരിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ നമ്മളൊക്കെ പട്ടിണി കിടന്നോട്ടെ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? അവൾ കഴിക്കണ്ട, കുട്ടികൾ കഴിക്കണ്ട എന്തല്ലേ? നമ്മളെവിടെയെങ്കിലും ഒന്ന് പട്ടിണി കിടന്ന് മരണപ്പെട്ടു പോയാൽ നമ്മളെക്കുറിച്ച് 100 നാക്ക് സംസാരിക്കാൻ ആദ്യം വരിക ഈ പട്ടിണി കിടന്നു പോയി ചത്തുപോട്ടെ എന്ന് പറയുന്നവരെന്നെ, എന്നിട്ടേ ബാക്കിയുള്ളവർ വരുള്ളൂ. ഏതായാലും നിങ്ങളുടെയൊക്കെ മനസ്സ് സൂപ്പറാണ് എന്നുള്ളത് പറയാം. എങ്ങനെയെങ്കിലും വയറ്റ് പേച്ച് പോയിക്കോട്ടെ. ആരെയും പറ്റിച്ചിട്ടും ചതിച്ചിട്ടും പിടിച്ചു പറിച്ചിട്ടൊന്നും അല്ലല്ല ഞാൻ ജീവിക്കുന്നത്, അറിയാവുന്നൊരു തൊഴിൽ ചെയ്തിട്ട്. അതിപ്പോൾ ഞാനല്ല ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിപ്പോൾ എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ കണ്ണിലും എനിക്ക് കുത്തിടാൻ പറ്റൂല, ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കുള്ളൂ. അല്ല എന്ന് നിങ്ങൾ കരുതിയാൽ പിന്നെ നിങ്ങൾ അങ്ങനെ കരുതുള്ളൂ. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ പ്രഹസനങ്ങളാണ്. ഞാനല്ല വരയ്ക്കുന്നത്, എൻ്റെ വീട്ടിൽ നിന്നല്ല വരയ്ക്കുന്നത്. എനിക്ക് വീടില്ല, എനിക്ക് ഭർത്താവില്ല, എനിക്ക് കുഞ്ഞുങ്ങളില്ല. ഇനി എന്തൊക്കെ ഞാൻ കേൾക്കേണ്ടത്? ഒരു മര്യാദയ്ക്ക് ഒരു സ്ഥലത്ത് പോയ ഒരാൾ മിണ്ടുക പോലും ചെയ്യുന്നില്ല മക്കളെ. ഈ ഒരു ചിത്രം വരയ്ക്കുന്നുണ്ട്. അടുത്ത അയൽവക്കക്കാരുണ്ട്, മിണ്ടൂല. ഇപ്പുറം അയൽവക്കക്കാരുണ്ട്, മിണ്ടൂല. ഇവിടെ തൊട്ട് അയൽവക്കക്കാരുണ്ട്, 2 ദിവസം വൈഫൈക്ക് പോയത്, 3-ാമത്തെ ദിവസം വൈഫൈ അവർ ഓഫാക്കിയിട്ടാൻ. അങ്ങനത്തെ അയൽവക്കക്കാരൊക്കെയാണ് എനിക്കുള്ളത്. എന്നെ കാണുമ്പോൾ നിൻ്റെ കൂടെയാണ്, നിന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരുത്തനെ ചീത്ത പറഞ്ഞിക്കെന്ന് പറഞ്ഞ് ഞാൻ വേറൊരുത്തനെ കണ്ട് ആ തന്നെ വേറൊരുത്തനോട് എൻ്റെ കുറ്റം പറയുന്ന വീഡിയോ ആണ് പുറത്ത് വന്നത്.
അപ്പം അങ്ങനത്തെ സമൂഹത്തിൻ്റെ മുമ്പിലും അങ്ങനത്തെ നാട്ടുകാരുടെ മുമ്പിലും അങ്ങനത്തെ കൂട്ടുകാരുടെ മുമ്പിലും അതേപോലെ എന്ന് വെച്ചാൽ അങ്ങനത്തെ സ്വന്തക്കാരുടെ മുമ്പിലാണ് നിൽക്കുന്നത്. സ്വന്തക്കാർക്കും വേണ്ട. ഇതിന് മുമ്പേ ഒരു കല്യാണ ഫംഗ്ഷനൊന്നും പോയെടുത്ത് എന്നോട് ചെയ്ത് എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ ചിരിയാണോ സങ്കടമാണോ വരിക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വേർതിരിച്ച് കണ്ടിട്ടുണ്ട് പലരും എന്നെ. ഒരാൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊക്കെ കല്യാണ വീട്ടിൽ പോയിട്ടുള്ള ഒരു അനുഭവം അതും എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മക്കൾ പോലും കഴിക്കരുത് എന്ന് പറയുന്ന, മക്കൾ പട്ടിണി കിടന്ന് മരിക്കണമെന്ന് പറയുന്ന ആൾക്ക് കുഞ്ഞുങ്ങൾ പോലും ഇല്ല. അതാണ് ഏറ്റവും വലിയ രസം. അവൾ ഇന്നേ വരെ ഒരു അമ്മയാവാത്തവളാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കട്ടെ, ഹൈന്ദവർ അവരോട് ചിത്രം മേടിക്കരുത് എന്ന് പറയുന്നത്. വെറുതെ എങ്ങനെയാണോ ദൈവം അവൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാണ്ടിരുന്നത്? ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും. വല്ലാത്ത ജനങ്ങൾ തന്നെ. ഏതായാലും ഇങ്ങനെ വീഡിയോസ് വരുന്നതിന് ഒരറ്റം വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ ശക്തമായിട്ട് തന്നെ നിയമത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ക്രിമിനൽ കേസാണ് കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ അപകീർത്തിപ്പെടുത്തുന്നത് എങ്ങനെ ക്രിമിനൽ കേസ് എടുക്കുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ വക്കീലിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് തരാം കേട്ടോ. നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പം അങ്ങനെയാണ്. കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടാണ് വീട്ടിൽ ജോലിയും വരെയെല്ലാം വീഡിയോ എല്ലാം കൂടി ആവാത്തത് കൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. അപ്പം ഇങ്ങനൊരു മെസ്സേജ് ഇങ്ങനൊരു വീഡിയോ വന്നപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ പട്ടിണി കിടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞോളൂ, മക്കൾ പട്ടിണി കിടക്കട്ടെ എന്നൊക്കെ പറയുന്നത് എന്തിനാണ് പ്രിയ? അപ്പം എന്നാൽ ശരി.